ഏറ്റവും വലിയ കളവോട്ട് ചെയ്യുന്ന ആൾ പിണറായി വിജയനാണ്. ഏതെങ്കിലും മൻമോഹൻ സിംഗ് രാവിലെ കുളിച്ച് ആസാമിൽ വോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് കന്യാകുമാരിയിൽ വന്ന് അടുത്ത വോട്ട് ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ വോട്ട് ധർമ്മടത്താണ്. ധർമ്മടത്ത് സ്ഥിരതാമസക്കാരനാണോ പിണറായി വിജയൻ? തെരഞ്ഞെടുപ്പ് ദിവസം ഇദ്ദേഹം ധർമ്മടത്ത് പോകുന്നതും വോട്ട് ചെയ്യുന്നതും ഒക്കെ വലിയ വാർത്തയാണ്. ഈ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനാണ് ഏറ്റവും വലിയ കള്ളൻ. തിരുവനന്തപുരത്ത് സ്ഥിരതാമസം, വോട്ട് ധർമ്മടത്ത്, ഇതെങ്ങനെ ശരിയാവും? അത് ശരിയാണ്, ലീഗലി അത് ശരിയാണ്. മൻമോഹൻ സിംഗ് എങ്ങനെ ആസാമിൽ പെർമനൻറ്റ് റെസിഡൻ്റ് ആവുന്നത്? പഞ്ചാബോ ഹരിയാനയോ ഡൽഹിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ആസാമിൽ നിങ്ങൾ എപ്പോൾ പോയപ്പോൾ ആസാമിൽ എന്നൊക്കെ ചോദിച്ചിട്ട് തട്ടിക്കയറി വലിയ ബഹളമായി. അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റ് ആണ് എന്ന് ഒരാൾ എഴുതി കൊടുത്താൽ അയാൾ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റാണ്. ഞങ്ങളാകെ നോക്കുന്നത് ഇയാൾ വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഇയാൾ പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്, ഫിനിഷ്. പിന്നെ ഇരട്ട വോട്ട് വരാതിരിക്കാനായിട്ട് ഇൻഡെലിബിൾ ഇങ്കാണ്. ഏതെങ്കിലും മൻമോഹൻ സിംഗ് രാവിലെ കുളിച്ച് ആസാമിൽ വോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് കന്യാകുമാരിയിൽ വന്ന് അടുത്ത വോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയൊക്കെ ഭയങ്കരമാണത്. ഇത് വല്ല ആസിഡ് വിട്ട് വിരലുമൊക്കെ ചിരണ്ടി കളഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ട്, മരിച്ച ആളെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ജീവനോടെയുള്ള ആളിനെ കൊണ്ടുവരിക, വളരെ ചുരുക്കമാണ് അതൊക്കെ. അത് ഒഴിവാക്കാൻ പറ്റില്ല.